ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ചാനല് ഫിനാൻസ് സംബന്ധമായ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് ആണ് ഈ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫിനാൻസ് സംബന്ധമായ എന്തൊരു കാര്യത്തിനും വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷൻ ഡോക്യുമെന്റ് ആണ് പാൻ കാർഡ് അല്ലെങ്കിൽ പാൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് ഒരു പാൻ കാർഡ് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റ് വീഡിയോസ് ചെക്ക് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇൻസ്റ്റന്റ് ആയിട്ട് പാൻ കാർഡ് എടുക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നിലവിൽ പാൻ കാർഡ് ഇല്ലാത്ത ആളായിരിക്കണം. ഓൾറെഡി പാൻ കാർഡ് ഉള്ള ഒരാൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു പാൻ കാർഡേ നിയമപരമായി ഇന്ത്യയിൽ പാടുള്ളൂ. അപ്പോൾ രണ്ടാമത് പാൻ കാർഡ് എടുക്കുന്നത് കുറ്റകരമാണ്. മറ്റൊന്ന്, 18 വയസ്സായ ആളായിരിക്കണം, 18 വയസ്സ് പൂർത്തിയായിരിക്കണം. മൂന്നാമത്തെ കാര്യം ആവശ്യമായിട്ടുള്ളത് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയിരിക്കണം. എങ്ങനെ ഉള്ള കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പാൻ കാർഡ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ആധാർ കാർഡ് ഉണ്ട്, പക്ഷെ ചിലരുടെ ഇതിൽ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയിരിക്കില്ല. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാം. അത് ഏകദേശം ഒരു 3 ദിവസം സമയമെടുക്കും. എങ്കിലും മറ്റ് രീതികളിൽ അപ്ലൈ ചെയ്ത് പാൻ കാർഡ് എടുക്കുന്നതിനേക്കാളും സൗകര്യം ഇതായിരിക്കും. ഒന്നാമത്തെ കാര്യം, 3 ദിവസം കഴിയുമ്പോൾ 4ാമത്തെ ദിവസത്തേക്ക് നമുക്ക് പാൻ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടും. മറ്റൊന്ന്, പിന്നീടായെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ആധാറിൽ മൊബൈൽ നമ്പർ വെച്ചിട്ട് സൈൻ ചെയ്യാനുള്ള, അതായത് അക്കൗണ്ട് ഓപ്പണിങ്, പലതരത്തിലുള്ള ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിങ്ങിലൊക്കെ സൈൻ ചെയ്യുന്നതൊക്കെ ആധാറിൻ്റെ മൊബൈൽ നമ്പറിൽ വരുന്ന OTP വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മൊബൈൽ നമ്പർ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ആധാർ കാർഡ് എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് പാൻ എന്ന് സെർച്ച് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലേക്ക് പോകാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഗൂഗിളിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പാൻ ത്രൂ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ അതിനകത്ത് ഇവിടെ നമ്മളോട് ഗെറ്റ് ന്യൂ പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ നമുക്ക് ഏത് ആധാറാണ്, നമ്മുടെ ആധാർ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ പാൻ നമ്പർ അലോട്ട് ചെയ്യുന്നത്. അപ്പം ആ ആധാർ നമ്പർ, നമുക്ക് പാൻ കാർഡ് ഇല്ലാത്ത ആളുടെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ താഴെ പറയുന്ന ഡിക്ലറേഷൻസ് ഒക്കെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് എനിക്കിതുവരെയും പാൻ കാർഡ് ഇല്ല, മൊബൈൽ നമ്പർ ആധാറിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലേത് തന്നെയാണ്, 18 വയസ്സ് പൂർത്തിയായി, അതുപോലെ തന്നെ മറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ജനറേറ്റ് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക്, നമ്മൾ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒരു OTP വരും, ഒരു 1 ടൈം പാസ്വേഡ്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും എഗ്രി ചെയ്യണം. അതിനുശേഷം വാലിഡേറ്റ് ആധാർ OTPയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ തെളിഞ്ഞു വരും. ആധാർ കാർഡിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ വരിക. ചില ആധാർ കാർഡുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് പ്രിൻ്റഡ് ആയിട്ടുണ്ടാവില്ല, പകരം ഇയർ ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പാസ്വേഡായിട്ട് യൂസ് ചെയ്യേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് നോട്ട് ചെയ്യണം. അത് നമ്മൾ ശരിയല്ലേ നോക്കി അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് പാൻ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക്
മെസ്സേജ് വന്നിട്ടുണ്ട് പാൻ കാർഡിൻ്റെ റിക്വസ്റ്റ് ഉള്ളതായിട്ട്. അതുപോലെ തന്നെ നമുക്കൊരു അക്നോളജ്മെൻറ്റ് റെസിപ്റ്റും കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ്, ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ട് ഇവിടെ തന്നെ. ഒരു 10 മിനിറ്റ് എടുക്കും, അതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ ഞാൻ മറ്റൊരു സ്ഥലത്തും കൂടി നമുക്ക് പാൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അത് നമ്മൾ ഇതിന് മുമ്പ് എടുത്ത പേജിൽ, അതായത് ഗെറ്റ് ന്യൂ പാൻ എന്നുള്ള അടിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് തന്നെ ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ പേജിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുത്തത്, അതായത് ഏത് ആധാറാണോ സബ്മിറ്റ് ചെയ്ത് ആ നമ്പർ അടിച്ചു കൊടുക്കണം നമ്മളവിടെ. അതേപോലെ ക്യാപ്ച നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫോണിലേക്ക് മറ്റൊരു OTP അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. OTP എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡൗൺലോഡ് പാൻ കാർഡ് എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ അവിടെ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ പാസ്വേഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ ഫയൽ ഓപ്പൺ ആവും. സോ നമുക്ക് പാൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ഒരു പ്രിൻ്റ് എടുക്കുന്ന ഫോർമാറ്റിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാൻ കാർഡായിട്ട് തന്നെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേറ്റവും ലാസ്റ്റ് താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്കത് കാർഡാക്കി തരുന്ന ഏതെങ്കിലും ലാമിനേഷൻ ഷോപ്പിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കാർഡാക്കി തരും. സോ ഫ്രണ്ട്സ്, ഇത് വളരെയധികം സിമ്പിളായിട്ടും ഈസി ആയിട്ട് നമുക്ക് പാൻ കാർഡ് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. യാതൊരുവിധ പണച്ചെലവും ഇവിടെയില്ല. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പാൻ കാർഡ് എടുക്കാം. അതുപോലെ തന്നെ 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പാൻ കാർഡ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ പാൻ കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പാൻ കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക. അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പാൻ കാർഡ് എടുക്കാനുള്ള ഒരു അവസരമായി ഇതിന് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പാൻ കാർഡ് പല ഓൺലൈൻ ആയിട്ടുള്ള പല അക്കൗണ്ട് ഓപ്പണിങ്ങിനും മ്യൂച്വൽ ഫണ്ടിനും ഷെയർ മാർക്കറ്റ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന പാൻ കാർഡ് നമ്മൾ പാൻ കാർഡ് എടുത്ത ഉടനെ അന്ന് തന്നെ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർക്ക് ആവണമെന്നില്ല. ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള സ്ഥലത്ത് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ചായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പാൻ കാർഡ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ പാൻ കാർഡ് എടുക്കാനായിട്ട് വളരെ സഹായകരമാണ്. സോ താങ്ക് യു വൺ ആൻഡ് ഓൾ.